സത്യവിശ്വാസം തെറ്റുകൂടാതെ കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പരാമർശം നിഖ്യ സൂനകദോസിന്റെ 1700-ാം വാർഷികത്തിൽ പാലാ രൂപത വിശ്വാസ പരിശീലന കേന്ദ്രവും കത്തോലിക്ക കോൺഗ്രസും സംയുക്തമായി നടത്തിയ സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ AD 325 നടന്ന നിഖ്യ സൂനകദോസ് ഇന്നും ഏറ്റവും പ്രസക്തമാണെന്നും സത്യവിശ്വാസം തെറ്റുകൂടാതെ തലമുറ തോറും കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയെന്ന് ഈ സൂനകദോസ് പഠിപ്പിക്കുന്നുവെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഈ ദൃഢമായ വിശ്വാസത്തിലുള്ള അടിത്തറയാണ് സഭയുടെ അടിത്തറയെന്നും മാർ കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു. എല്ലാ ക്രിസ്ത്യൻ സഭകളും നിഖ്യ വിശ്വാസ പ്രമാണത്തെ ചേർത്ത് പിടിക്കുന്നു എന്നത് സഭകളുടെ ഐക്യത്തിനുള്ള അടിത്തറയാണ്. നിഖ്യ സൂനകദോസിന്റെ 1700-ാം വാർഷികത്തിൽ പാലാ രൂപത വിശ്വാസ പരിശീലന കേന്ദ്രവും കത്തോലിക്ക കോൺഗ്രസും സംയുക്തമായി നടത്തിയ സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. ഡോഗ്മാറ്റിക് ഡോക്ട്രൈനൽ പ്രബോധനങ്ങൾ സഭയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യമാണെന്നും അതിനെ നമ്മളുടെ സൗകര്യാർത്ഥം തള്ളിക്കളയരുതെന്നും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾ വഴിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം. ഡോഗ്മകളെക്കുറിച്ച് ഞാൻ സമയപരിമിതി മൂലം അവസാനിപ്പിക്കുകയാണ്. നിഖ്യ സൂനകദോസ് 325 മിശിഹായുടെ ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണമായി നിർവചിച്ച് അവിടുന്ന് സത്യദൈവത്വം എന്നുള്ള സത്യദൈവം ഒരു കുഞ്ഞിനോട് നമ്മളത് പറഞ്ഞു കൊടുക്കുമ്പോൾ പിതാവിനോടുകൂടെ ഏകസത്യയിലായിരിക്കുന്നവൻ അത് നിരന്തരമായിട്ട് കുടുംബ കാറ്റക്കേസിസിലൂടെ വളരണം എന്നാണ് വലിയ പിതാക്കന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്മളും അതിനെ പരിശ്രമിക്കുന്നുണ്ട്. കുടുംബങ്ങളിലൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്. കുട്ടികൾക്കറിയാം, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരുപക്ഷെ പറ്റുന്നില്ലായിരിക്കും. എങ്കിലും അത് പഠിച്ച് ആ ഒരു വസ്തുത നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നു എന്നത് വിലപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇങ്ങനെയുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നടക്കണം. ദൈവത്തെക്കുറിച്ച് കൂടുതൽ പറയണം. ദൈവത്തിൻ്റെ സ്വരം മറ്റുള്ളവർ കേൾക്കണം. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ കുഞ്ഞുങ്ങളെ വീട്ടിനുള്ളിലും പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയാണ് ഇതുപോലുള്ള വലിയ ഡോഗ്മകൾ കുഞ്ഞുങ്ങളിലൂടെ അവരവരുടേതായ ഭാഷയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മറ്റ് യൂണിവേഴ്സിറ്റി തലത്തിലും മോണസ്ട്രികളിലും ദേറാകളിലുമൊക്കെ അവരുടെ ധ്യാനത്തിലും പ്രബോധനത്തിലുമൊക്കെ ബൗദ്ധിക മികവോടുകൂടി നടക്കട്ടെ. കുഞ്ഞുങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഡോഗ്മകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ പറയുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് എമ്മാനുവൽ നിതിരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറൽ ഡോക്ടർ ജോൺ കണ്ണന്താനം, ഡോക്ടർ പ്രിൻസ് മോൻ മണിയങ്ങാട്ട്, റവറൽ സിസ്റ്റർ ഡോക്ടർ സ്റ്റെല്ല SH എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. റവറൽ ഡോക്ടർ ജെയിംസ് പുലിയൂറുമ്പിൽ മോഡറേറ്ററായിരുന്നു. രൂപത ഡയറക്ടർ റവറൽ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ, കത്തീഡ്രൽ പള്ളി വികാരി റവറൽ ഫാദർ ജോസ് കാക്കല്ലിൽ, ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, ആൻസമ്മ സാബു, ജോയി കണിപറമ്പിൽ, ബേബിച്ചൻ എഡേറ്റ് എന്നിവർ സംസാരിച്ചു. ഷിക്കിന ന്യൂസ്, കോട്ടയം.